എക്സസൈസ് 11.2-ലെ സെക്കൻഡ് പാർട്ടിലെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 തുടങ്ങി 6 വരെ നമ്മൾ ചെയ്തിരുന്നു. ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ 7 തുടങ്ങി ലാസ്റ്റ് 12th വരെയുള്ള ക്വസ്റ്റ്യനാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 7th ക്വസ്റ്റ്യൻ ചെയ്യാം. 2 raised to 0 into 3 raised to 0 into 4 raised to 0. അപ്പോൾ 2 raised to 0 അതായത് എക്സ്പോണൻഷ്യൽ ലോ പ്രകാരം a raised to 0 ഏതൊരു നമ്പറിലും പവർ 0 വന്നാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 2 raised to 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 1. 3 raised to 0 3യുടെ പവർ 0 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1. ഇനി 4 raised to 0 1 അല്ലേ, പവർ 0 അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ 1 into 1 into 1 എഴുതി. അപ്പോൾ 1 into 1 into 1 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 1 തന്നെ. ഓക്കെ, 8th ക്വസ്റ്റ്യൻ 3 raised to 0 plus 2 raised to 0 into 5 raised to 0. അപ്പോൾ 3 raised to 0 പവർ 0 ഇട്ടുന്ന അതിൻ്റെ വാല്യൂ 1. അപ്പോൾ 1 പ്ലസ് 2ൻ്റെ പവർ 0 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1. ഇനി അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 raised to 0. അപ്പോൾ പവർ 0 ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 1. അപ്പോൾ 1 plus 1 എന്ന് പറയുമ്പോൾ 2 into 1. 2 into 1 ആൻസർ ഈസ് 2. ക്വസ്റ്റ്യൻ 2 raised to 8 into a raised to 5 divided 4 raised to 3 into a raised to 3. അപ്പോൾ നമുക്കിതിനെ ഇതിൽ 4 എന്നുള്ളത് നമുക്കതിനെ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണം. കാരണം 4 അല്ല സ്മോളസ്റ്റ് ഫാക്ടർ എന്നത് അല്ലേ. അപ്പോൾ 4നെ അതായത് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 4 എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചെയ്യാം? 2h. അപ്പോൾ 2 2s are 4. ഇനി നമുക്ക് 2നെ 2h ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 എഴുതി 1 എഴുതി. അപ്പോൾ 2 എന്നുള്ളത് എത്ര പ്രാവശ്യം വന്നു? 1 2 ടൈംസ്. അപ്പോൾ 4 നമുക്ക് എന്ത് എഴുതാം? 2 raised to 2 എന്ന് എഴുതാം. അപ്പോൾ 2 raised to 8 into a raised to 5 ഡിവൈഡഡ് 4ൻ്റെ സ്ഥാനത്ത് 2 raised to 2. നമുക്ക് എന്ത് എഴുതണം? ഒരു 3 ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ all raised to 3 into a raised to 3. ഇനി ഇതിൽ ഈ 2 raised to 2 all raised to 3 എന്നുള്ളത് ഏത് ഫോമുല? എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്നുള്ള ഫോമുല. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത്? എ റേസ് ടു എം ഇൻറ്റു എൻ. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ലോയിൽ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഇതുപോലെ വന്നിരിക്കുകയാണെങ്കിൽ ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ അതുപോലെ ചെയ്യാമല്ലോ. അപ്പോൾ 2 raised to 8 ഇൻറ്റു എ റേസ് ടു 5 ഡിവൈഡഡ് 2 raised to പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു എ റേസ് ടു 3. 2 raised to 8 into a raised to 5 divided 2 raised to 2 into 3 എന്ന് പറയുമ്പോൾ 6 into a raised to 3. ഇനി ഏത് ഫോമുല ഇത് a raised to m ഡിവിഷൻ a raised to n എന്നുള്ള ഫോമുല. അതായത് സെയിം ബേസ് ആണ് അല്ലേ. അപ്പോൾ സെയിം ബേസ് ആണെങ്കിൽ നമുക്ക് പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് a raised to m minus n. അപ്പോൾ നമുക്കിവിടെ അതുപോലെ ചെയ്യാം. 2 raised to ഇവിടെ 2 ആണ് ഇവിടെ 2 ആണ്. സെയിം ബേസ് ആണ്. അപ്പോൾ ബേസ് എഴുതി 2. ഇനി പവേഴ്സ് എന്താണ്? ഇവിടെ 8 ഇവിടെ 6. അപ്പോൾ 8 മൈനസ് 6 ഇൻറ്റു ഇവിടെ എ ഇവിടെയും എ. അപ്പോൾ സെയിം ബേസ് ആണ്. പവേഴ്സ് തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യാം. 5 മൈനസ് 3. 2 raised to 8 മൈനസ് 6 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എ raised to 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2. ഇനി 2 raised to 2 ഇൻറ്റു എ raised to 2 എന്നാണ് നടക്കുന്നത്. ഇതല്ല ആൻസർ. കാരണം നമ്മൾ വേറൊരു ലോ പഠിച്ചിട്ടുണ്ട്. എ raised to എം ഇൻറ്റു ബി raised to എം ആണെങ്കിൽ ഇത് ബേസ് ഡിഫറൻ്റ് ആയിട്ട് പവേഴ്സ് സെയിം ആണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻറ്റു ബി എന്നിട്ട് ആ പവർ എടുത്ത് എഴുതണം. ഇങ്ങനൊരു റൂൾ നമ്മൾ എക്സ്പോണൻഷ്യൽ ലോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കിയ ബേസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെ 2 ആണ് ഇവിടെ എ ആണ്. പക്ഷേ അതിൻ്റെ പവേഴ്സ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ ലോ പ്രകാരം
എന്തെഴുതാം? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2 ഇൻറ്റു എ എന്ന് എഴുതണം. 2 ഇൻറ്റു എ ഓൾ റേസ് ടു പവർ എടുത്ത് അതുപോലെ എഴുതുക. പവർ എത്രയാണ്? രണ്ടിൻ്റെ സെയിം അല്ലേ? 2. അപ്പോൾ ആൻസർ കിട്ടി 2 ഇൻറ്റു എ ഓൾ റേസ് ടു 2. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? 2a all raised to 2. The answer is 2a all raised to 2. 10th question. A raised to 5 divided by a raised to 3 into a raised to 8. അപ്പോൾ ഇവിടെ ഏത് ഫോമുല? അത് ബേസ് സെയിം ആണ്, അതിന് തമ്മിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കതിനെ മൈനസ് ചെയ്യാം അല്ല. സെയിം ബേസ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു 5 മൈനസ് 3 എൻ്റെ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. ഇൻറ്റു ഇനിയുടെ എന്താ? എ റേസ് ടു 8 അതുപോലെ എഴുതി. ഇനി എ റേസ് ടു 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ എ റേസ് ടു 2 ഇൻറ്റു എ റേസ് ടു 8. ഇപ്പോൾ ഇവിടെ സെയിം ബേസ് ആണ്, അങ്ങനെ മൾട്ടിപ്ലൈ ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ എന്ത് ചെയ്യണം? പവേഴ്സ് തമ്മിൽ ബേസ് ചെയ്തിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ എ റേസ് ടു 2 പ്ലസ് 8 എ റേസ് ടു 10. ക്വസ്റ്റ്യൻ 4 raised to 5 into a raised to 8 b raised to 3 divided 4 raised to 5 into a raised to 5 b raised to 2. ഇവിടെ a raised to m ഡിവിഷൻ a raised to n എന്നുള്ള ഫോമിലാണ്. കാരണം സെയിം ബേസ് ആണ് എല്ലാത്തിൻ്റെയും ഉണ്ടാവും, എന്നിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? a raised to m മൈനസ് n. അപ്പോൾ അതിൻ്റെ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബേസ് എടുത്ത് എഴുതി 4. ഇവിടെ 4ൻ്റെ പവർ 5. 5 മൈനസ് താഴെ 5. 5 മൈനസ് 5 ഇൻറ്റു എ റേസ് ടു 8 മൈനസ് 5. ഇനി ഇൻറ്റു ബി റേസ് ടു 3 മൈനസ് 2. മനസ്സിലായല്ലോ? ഇവിടെ 8, ഇവിടെ 5, ഇവിടെ 3, ഇവിടെ 2. ബീൻ്റെ പവേഴ്സ് 4 റേസ് ടു 5 മൈനസ് 5 0 ഇൻറ്റു a raised to 8 minus 5 3 into b raised to 1. 4 raised to 3 0 എന്ന് പറയുമ്പോൾ പവർ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. 1 എഴുതി. ഇനി a raised to 3 അതുപോലെ. ഇനി b raised to 1 എന്ന് പറയുമ്പോൾ b തന്നെ. അപ്പോൾ 1 into a raised to 3 എന്ന് പറയുമ്പോൾ a raised to 3 ഇല്ല. 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് a raised to 3 into b എന്ന് പറയുമ്പോൾ a raised to 3 b. Answer is a raised to 3 b. 12th question. Last question ആണ് 2 raised to 3 into 2 all raised to 2. അപ്പോൾ ഇവിടെ ആദ്യം 2 raised to 3 into 2 അത് ഏത് ഫോമുല? a raised to m into a raised to n എന്നുള്ള ഫോമുല. അപ്പോൾ ഇതിൻ്റെ ബേസ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം m പ്ലസ് n. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ആദ്യം 2 raised to ബേസ് രണ്ടിൻ്റെയും സെയിം. അപ്പോൾ 2 റേസ് ടു 3 പ്ലസ് 1. ഇനി ഓൾ റേസ് ടു ഒരു 2 ഇല്ലേ? അപ്പോൾ അത് എഴുതണം. ഇനി 2 റേസ് ടു 3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 റേസ് ടു 4 ഓൾ റേസ് ടു 2. ഇപ്പോൾ എന്ത് ഫോമിലായത്? എ റേസ് ടു എം ഓൾ റേസ് ടു n എന്നുള്ള ഫോം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? എ റേസ് ടു എം ഇൻറ്റു n. ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതുപോലെ ബ്രാക്കറ്റ് വന്നാൽ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അതേ ഫോമിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ 2 റേസ് ടു 4 ഇൻറ്റു 2 പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 റേസ് ടു 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8. 2 റേസ് ടു 8. അപ്പോൾ നമ്മൾ 11.2 എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ 12 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ ക്ലാസ്സിൽ 6th ക്വസ്റ്റ്യൻ വരെ ചെയ്തു. ഈ ക്ലാസ് നമ്മളത് കംപ്ലീറ്റ് എക്സസൈസും ക്വസ്റ്റ്യനും ചെയ്തു 12th വരെ. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.